യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്ങും ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? Good evening, good evening, and welcome back. Yeah, welcome back. Come back. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലിച്ചു. ഞാൻ മെയ് 31 പോയി, 16 തീയതി തിരിച്ചു വന്നു. 15 ദിവസം ഉണ്ടായിരുന്നെങ്കിലും വളരെ കലശലായ മഴയുണ്ടായിരുന്നുവെങ്കിലും ഒരു പരിപാടിക്കും ആ സ്കെഡ്യൂൾ അനുസരിച്ച് എല്ലാം അതുപോലെ തന്നെ നടന്നു. ദൈവകരങ്ങള് പ്രാർത്ഥനയുടെ ആ പ്രയോജനം തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യത്തിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് സഹായം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. യാതൊരു പ്രയാസവും കൂടാതെ തിരിച്ച് യാതൊരു അസുഖമില്ലാതെ വരുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് സന്തോഷ വാർത്ത പറയാനുള്ള നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിലെ ഒരംഗമായ മേരി ജോർജ് ബേബി കാക്കനാട് അവിടെ വരികയും കാണാൻ ഒരു അവസരം വളരെ വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പത്തിൽ കണ്ടുള്ള സൗകര്യം കാണാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. നമ്മള് വചനത്തിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു സംഗതി, നമ്മള് വിശ്വാസികളാണെന്ന് പറഞ്ഞാലും പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യം. ഉദാഹരണം പറഞ്ഞാൽ ബൈബിൾ ഒരു ലിസ്റ്റിൽ 5 കാര്യങ്ങൾ വേണ്ടിയിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, 2 കാര്യങ്ങൾ അവഗണിക്കുക. അപ്പൊ എന്നാൽ 5 കാര്യങ്ങൾ വരുന്നുണ്ട്, 5 കാര്യവും നമ്മൾ പരിപാലിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടെ വേദോത്സവം പഠിക്കേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കൂടുതൽ കേട്ടവരോട് കൂടുതൽ ചോദിക്കും എന്നുള്ളതാണ്. നമ്മൾ വചനം പഠിച്ചു കഴിയുമ്പോൾ പരിപൂർണ അനുസരണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങള് ഞാൻ തെരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു മനോഭാവം പലരും ഞാൻ കാണുന്നുണ്ട്. വളരെ തെറ്റായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ച കാര്യം 13-ാം വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ കൺക്ലൂഷൻ, ട്രാൻസ്ഹ്യൂമനിസം, റോബോട്ടിക്, ഭാവിയിൽ വരാൻ പോകുന്ന റോബോട്ട്, യന്ത്ര മനുഷ്യനെ കുറിച്ചാണ് സംസാരിച്ചത്. ഉദാഹരണം പറഞ്ഞാല് ഭാവിയിൽ നമ്മുടെ ഗാർഹിക ജോലികൾ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഒരു ജോലിക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു യന്ത്ര മനുഷ്യനുണ്ടെങ്കിൽ, റോബോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. പാത്രം കഴുകുകയും ആഹാരം പാചകം ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. നമുക്ക് വേണ്ട കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നതിലും ഭംഗിയായിട്ട് ചെയ്യും. അതിന് ആഹാരം കുക്ക് ചെയ്യുന്നതിനും അതുപോലെ മുറ്റത്തും പുല്ലിയെത്തുന്നതിനും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ പ്രധാനമായിട്ട് കണ്ടത് ഡോക്ടർ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്യും. ഒരേ ലക്ഷണങ്ങളുള്ള പല രോഗങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥ രോഗം അത് ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇതേ സിംറ്റംസ് ഉള്ള ആൾക്കാരുടെ അത് പ്രോസസ് ചെയ്തിട്ട് യഥാർത്ഥമായിട്ടുള്ള രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, അതിന് മരുന്ന് തരികയും ചെയ്യും, അതിന് പ്രിസ്ക്രിപ്ഷൻ തരികയും ചെയ്യും. കൂടാതെ നമ്മളിപ്പോൾ അവിടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് MRI എടുക്കാനും മറ്റുള്ളടത്ത് പോകുന്നതിന്റെ ആവശ്യമില്ല. തലമുടി മുതൽ നഖം വരെ MRI കാണത്തക്ക പോലെ റോബോട്ടിന് ഉള്ള ശക്തി ഉണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ ഭാവിയിൽ ഈവൻ ഓപ്പറേഷൻ വരെ വളരെ പ്രിസൈഡ് ചെയ്യത്തവരുള്ള ആ ടെക്നോളജിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഓൾറെഡി ആയിട്ടുണ്ട് ലോകത്തിൽ പലതും. അങ്ങനെയുള്ള ആ അവസാനം വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സുവിശേഷ വേലയ്ക്കും നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിനുമാണെങ്കിലും ഇതെല്ലാം അവസാനം അന്ത്യക്രിസ്തുവിന്റെ കയ്യിൽ വരികയും അവന്റെ ആ ദുഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്ഹ്യൂമനിസം. നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളത് ഓഡിയോ ടേപ്പ് ചെയ്തിട്ടുണ്ട്, അത് കേൾക്കുക. അന്നേരം അത് ഞാനിത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇന്ന് 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 14-ാം അധ്യായം, വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 12 ഉള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുക. അതിന് ശേഷം സമയമുണ്ടെങ്കിൽ ബാക്കി വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തുടങ്ങുക. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു.
പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്നു വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഞാൻ ഉറക്കമൊന്നും ശരിയായില്ല, ഇപ്പോഴും ഉറക്കമുണ്ട്. പിന്നെ ഇന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞാൻ പ്രത്യേക ഒരു നോട്ട് പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ചർച്ച ചെയ്യുന്നത്. വെളിപാട് 12-ാം അധ്യായം ഭൂമിയിലേക്ക് വീണ സാത്താന്റെ ദുഷ്ടതയും രൗദ്രതയുമാണ് വിവരിച്ചിരിക്കുന്നത്. വെളിപാട് 13 വിവരിച്ചത് 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് മൃഗത്തിന്റെ ഘോരത്വവും മൃഗീയതയുമായിരുന്നു. അന്ധകാരം നിറഞ്ഞ ആ 2 അധ്യായങ്ങളെ തുടർന്നാണ് ഈ മനോഹരമായ അധ്യായം. ഇത് നമ്മെ ഓർപ്പിക്കുന്നത് കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷം ശാന്തതയുടെ സൗന്ദര്യത്തിൽ, ആകാശസീമകളിൽ, മഴവില്ലിൽ, മനോഹരതയിൽ വാഗ്ദാനമായി ദൈവം തെളിയിച്ച കാര്യമാണ്. ആ ഭീകര നാളുകളെ കുറിച്ച് കർത്താവ് പറയുന്നത് തന്റെ പ്രഭന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങുമെന്നാണ്. 144,000 പേര്, അത് നിങ്ങള് പഠിച്ചിട്ടുണ്ടല്ലോ. വേറെ എവിടെ ഇതിനെക്കുറിച്ച് 144,000 പേരെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഏത് അധ്യായത്തില്? 7-ാം അധ്യായത്തില്. 7-ാം അധ്യായത്തില് അവരെത്ര പേര് എങ്ങനെ അവരെ തെരഞ്ഞെടുത്തു? 12 വീതം ഓരോ ഗോത്രത്തിൽ നിന്നും. ഓക്കെ. അപ്പം അവിടെ 7-ാം അധ്യായത്തില് അവിടെ നമ്മൾ പഠിച്ചു. ഇവിടെ ഇപ്പം 14-ാം അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. 144,000 പേര്. ഈ പ്രത്യേക കൂട്ടത്തെ നാം മുമ്പ് കണ്ടതാണ്. അവർ ഭൂമിയിലായിരുന്നു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും മുദ്രയിട്ടപ്പെടുന്ന ഒരു പ്രത്യേക കൂട്ടമാണ് ഈ 144,000 പേര്. മഹോദ്രവകാലത്തെ മൃഗത്തിന്റെയും മഹാസർപ്പത്തിന്റെയും കോപത്തിൽ നിന്നും അക്രമഗണത്തിൽ നിന്നും ഈ മുദ്രയിടപ്പെട്ടവർ ഒരു ദോഷവും തട്ടാതെ സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രത്യേക കൂട്ടം മഹോദ്രവം മുൻകൂട്ടി കണ്ടിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന മഹത്വമാർന്ന വിജയം 7-ാം അധ്യായത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ തന്നെ അവർക്ക് ഭാവിയിൽ എന്താണ് അവർ വിജയിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അന്നേ അറിയാമായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. മഹോദ്രവത്തിന് മുൻപ് അവർ 144,000 പേരായിരുന്നു. ഇപ്പോൾ ആ മഹോദ്രവത്തിന് ശേഷവും അവരെല്ലാവരും സ്വർഗത്തിൽ സുരക്ഷിതരാണ്. 144,000 പേരിൽ ആ ഒരാളും നശിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ വാക്യത്തിൽ എന്തോ അവിടെ എഴുതിയിരിക്കുന്ന ആരുടെ മുദ്ര അവരുടെ നെറ്റിയിലുള്ളത്? 1-ാം അധ്യായത്തിൽ വായിച്ചത് കുഞ്ഞാടിന്റെയും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര്. അപ്പൊ അവരെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു സംഭവിക്കില്ല. നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ആരാ?
പരിശുദ്ധാത്മാവ്. പക്ഷെ നമുക്ക് അപ്പൊ ഈ മുദ്രയിട്ട് ഇതൊരു പ്രത്യേക രീതിയിലുള്ള മുദ്രയാണ്. നമുക്ക് മുദ്രയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങളും പീഡനങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. എന്നാൽ അത് വേറെ ഒരു രീതിയിലാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക പരിശുദ്ധാത്മാവ് ഇവിടെ വേറെ ഒരു രീതിയിലാണ് അവിടെ ഇവർക്ക് മുദ്രയിട്ടിരിക്കുന്നത്. സ്വർഗീയ സിയോനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യം കാണുന്നത്. കാരണം കർത്താവ് ഭൂമിയിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ കർത്താവ് രണ്ടാമത് മഹാവീടന് ശേഷം വരുന്നതിന് മുമ്പുള്ള 7 വർഷത്തിന് മുമ്പുള്ള സംഗതിയാണ് ഇവിടെ കാണുന്നത്. ഈ യഹൂദ വിശ്വാസികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് എപ്പോഴാ ഉത്തരിക്കപ്പെടുന്നത്? റാപ്ചർ നമ്മുടെ എപ്പോഴാ? റാപ്ചറിലല്ലേ? അതെ, നമ്മള് റാപ്ചറില്ല, കർത്താവിന്റെ ആദ്യത്തെ വരവ്, മധ്യാകാശ വരവ്. അപ്പം ഇവരെടുക്കപ്പെട്ടത് എപ്പോഴാ? ഊഹമുണ്ടോ ആർക്കെങ്കിലും? ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടോ? പീഡന കാലത്ത് കഷ്ടം അനുഭവിച്ചതിന് ശേഷം. ഇവര് കഷ്ടം അനുഭവിക്കുകയില്ലല്ലോ. പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന സമയം വരത്തില്ലേ? ഇവര് 140 പേരെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവര് വലിയ സുവിശേഷകന്മാരാണ്. മുദ്ര ഇട്ടേച്ചാ ഇവര് പിന്നെ അതിന്റെ. അപ്പൊ ഇതിന് നമുക്ക് ലോജിക്കൽ കൺക്ലൂഷന് 7 വർഷത്തിന്റെ അവസാനം യേശുക്രിസ്തുവോട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഭൂമിയിലേക്ക് വരുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അത് എപ്പോഴാണോ ഒന്ന് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. ഇവര് സ്വർഗത്തിലാണ് കാണുന്നത്. അതിനു മുമ്പ് പ്രത്യേക രീതിയിലാണ്. എപ്പോഴെന്നോ എങ്ങനെയെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവര് ബില്ലിഗ്രാം എന്ന് പറഞ്ഞ പോലെ 144,000 ബില്ലിഗ്രാമിനെ ആൾക്കാരാണ്. ലോകം മുഴുവൻ അവരുടെ സുവിശേഷം അവിടെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ആർക്കും ഒന്നും, അന്തിക്രിസ്തുവിനും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രത്യേക മുദ്രയുള്ളതുകൊണ്ട്. അപ്പം മറ്റേ അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ള ആർക്കാണ് പിന്നെ അതിന്റെ കൗണ്ടർ പാർട്ട്? അത് പാപികൾക്കല്ലേ? യേശുക്രിസ്തുവിനെ തേച്ചു കൊടുക്കാനുള്ള 6 ഉള്ളവര്. അപ്പൊ ഇതിന് കൗണ്ടർ പാർട്ടായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ള ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന്റെയും ജീവികളുടെയും 24 മൂപ്പന്മാരുടെ മുമ്പിൽ അവർ നിൽക്കുന്നു എന്ന് യോഹന്നാൻ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. മഹോദരകാലത്തെ ആദ്യ ഫലമാണ് അവർ എന്നും യോഹന്നാൻ വെളിപ്പെടുത്തും. അപ്പൊ ആദ്യഫലം, നമ്മളെ കുറിച്ചും ആദ്യഫലം പല ഘട്ടങ്ങളുണ്ട്. ആദ്യഫലം എന്ന് പറയുമ്പോൾ ഇവരും ആദ്യഫലമാണെന്നാ പറയുന്നത്. 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. ഇതേ ദർശനത്തിൽ വ്യത്യസ്തരായ മറ്റു കൂട്ടരുമുണ്ട്, മൂപ്പന്മാര്. അവിടെ വായിച്ചപ്പോൾ നമ്മൾ മൂപ്പന്മാരെ വായിച്ചു. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും മുമ്പേ നിൽക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച ജാതികളുടെ വലിയ കൂട്ടവും സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ് ഇവര്. 24 മൂപ്പന്മാർ പ്രതികരിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട പഴയ പുതിയ നിയമ വിശുദ്ധന്മാരെയാണ്. ഈ 24 മൂപ്പന്മാരെന്ന് പറയുമ്പം 12 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും ചേർന്നാണ് 24 മൂപ്പന്മാരെന്നിവിടെ കാണുന്നത്. ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നവര്. ഇതേ ഉപമാനം പുതിയ യെരുശലേമിന്റെ മനോഹരമായ 12 വാതിലുകളിലും കാണാം. പറയുന്നതിന്റെ തടസ്സം കേൾക്കാമല്ലേ? ഇടയ്ക്ക് ഒരു ട്രബിൾ എനിക്ക്. ആരെങ്കിലും പിന്നെ എല്ലാം ഓഫാക്കിയാൽ മ്യൂട്ടാണെന്ന് തോന്നുന്നു. മ്യൂട്ടാക്കി കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ പറയണം എന്നോട്. അപ്പം ഇവിടെ ഇതിന്റെ കൗണ്ടർ പാർട്ട് നമ്മൾ കാണുന്നത് പുതിയ യെരുശലേം 12 വാതിലുകളിലും ഇവരെ കാണാം. ഓരോ വാതിലുകളിലും 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ കാണുന്നു. നഗരത്തിന് 12 അടിസ്ഥാനങ്ങള്. പുതിയ യെരുശലേമിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഓരോ അടിസ്ഥാനത്തിനും അപ്പോസ്തലന്മാരുടെ പേരുകൾ. ഈ പട്ടണം ദൈവത്തിന്റെ പഴയ പുതിയ വിശുദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്നു. പഴയ നിയമത്തിൽ ക്രൂശിനെ ദർശിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരും ഇതിൽ പെടുന്നു. പുതിയ യെരുശലേമിലെ കാര്യമാണ് നമ്മളിപ്പം ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന 24 മൂപ്പന്മാർ ദൈവത്തിന്റെ രക്ഷ പ്രാപിച്ച പഴയ പുതിയ നിയമവിശ്വാസികളെ പ്രതിനിധീകരിക്കുന്നു. അവരുടെ പ്രതിനിധികളാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഒത്തിരി ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ പല കമന്റുകൾ വായിച്ചാൽ പല രീതി കാണും. 7-ാം അധ്യായത്തിലെ 144 വേറൊരു കൂട്ടരാണ്. ഈ 14-ാം അധ്യായത്തിലെ 144 പേർ വേറൊരു കൂട്ടരാണ്. ഇങ്ങനെയൊക്കെയുണ്ട്. കമന്റുകൾ പലതും ഉണ്ട്, വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന. അതുകൊണ്ട് നമ്മളിത് ക്രോഡീകരിച്ച് വളരെ ഇതായിട്ട് ആ നിലയിലാണ് ഞാനിത് പഠിച്ചിട്ടാണ് ഇതിവിടെ നോട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത്. സകല ഭാഷയിൽ നിന്നും
നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വലിയ ഗണം രക്ഷിക്കപ്പെട്ടത് മുദ്രയിടപ്പെട്ട 144 സാക്ഷികൾ മൂലമാണ്. മഹാപീഡന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഈ വലിയ ഉണർവിലൂടെ അനേകർ ക്രിസ്തുവിലേക്ക് വരും. അപ്പൊ ലോകം മുഴുവൻ 5 വൻകരയിലുള്ള ആൾക്കാരെ രക്ഷിക്കപ്പെടും. ഈ 144,000 പേര് അവിടെ സുവിശേഷം ഘോഷിക്കും. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഏലിയാവും മോശയും 2 സാക്ഷികൾ വരും. അവരും സുവിശേഷിക്കും, അത്ഭുതങ്ങൾ കാണിക്കും. ഇവരും അവരുടെ അത്ഭുത വീര്യപ്രവൃത്തികൾ 144,000 പേര് കാണിക്കും. ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിലൂടെ മനുഷ്യർ രക്തസാക്ഷികളാകുന്ന വലിയ പ്രവർത്തനം ആത്മീയ അന്ധകാര യുഗത്തിൽ സംഭവിക്കും. അപ്പം വിശ്വാസികളെ ഒത്തിരി പേരെ വധിക്കപ്പെടും. ആ സമയത്ത് ഇവര് 144,000 പേര് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാലും അനവധി മിക്കവാറും പേര് കൊല്ലപ്പെടും. എന്നാൽ ശേഷിക്കുന്ന ഒരു കൂട്ടറുണ്ടല്ലോ, എന്നും റെമനന്റ് കാണും, എല്ലാവരും കൊല്ലപ്പെടുകയില്ല. ദൈവം ഒരു കൂട്ടരെ അവസാനം ജൂതന്മാരുടെയും ജാതിയുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവര് 1000 ആണ്ട് വാഴ്ചയെ പ്രവേശിക്കാനായിട്ട് അവരെ അവിടെ പ്രിസർവ് ചെയ്യും. രക്തസാക്ഷിയുടെ ചോരയാണ് ദൈവസഭയുടെ വിത്ത്. അപ്പൊ ഒരാള് ദൈവമക്കളെ കൊല്ലുന്നത് കൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാമെന്ന് പലരും വിചാരിച്ചാണ്. ചരിത്രത്തിൽ നോക്കിയാല് നീറോയുടെ കാലം മുതൽ എല്ലാവരും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കും. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നാട്ടില് പണ്ട് കൃഷ്ണൻകുട്ടി പറഞ്ഞ് ഹിന്ദു ഫെനാറ്റിക്സ് കൃഷ്ണൻകുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടി മരിച്ചാൽ ഈ കൃഷ്ണൻകുട്ടിയുടെ ചോരയിൽ നിന്ന് 1000 കൃഷ്ണൻകുട്ടികൾ വീഴ്ത്തെഴുന്നേൽക്കും. അങ്ങനെ സഭയുടെ നമ്മൾ നോക്കിയാൽ, ചരിത്രത്തിൽ നോക്കിയാൽ ക്രിസ്ത്യാനികളെ കുറച്ച് കൊന്നതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകുന്നില്ല. അവിടെ ഉണർവ് വരും, അത് മൾട്ടിപ്ലൈ ചെയ്യും, എക്സ്പോണൻഷ്യലി ഇറ്റ് വിൽ ഗ്രോ. അതാണ് കാണുന്നത്. ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന വലിയ ഉണർവിന്റെ കാലത്തിൽ വിവരിക്കാനാകാത്ത രക്തച്ചൊരിച്ചിലും ഭയവിഹുലമായ ദിനങ്ങളും ഉണ്ടാകും. അത് വളരെ കഷ്ടങ്ങളുണ്ടാകും. അത് അറിഞ്ഞുകൊണ്ടാണ് അവര് മരിക്കുന്നത്. അന്തിക്രിസ്തുവിന്റെ അവര് 666 ആളുകളെ അവർ സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ കൊല്ലപ്പെടുന്നത്. ഇവരെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയപ്പെട്ട ഈ 144,000 ആളുകളുടെ അവര് മൂലമാണ് അവരാണ് പ്രസംഗിക്കുന്നതും ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നതും. ആ അന്ധകാരവും ഭയവും നിറഞ്ഞ കാലത്തേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ് ഈ 144,000 പേരും. ഈ വേദഭാഗം പറയുന്നത് അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായിരിക്കും. അവിടെ പറയുന്നുണ്ട് ആദ്യഫലം എന്നാണ്. അവിടെ എനിക്ക് 4-ാം വാക്യത്തിലാണെന്ന്. 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ പെട്ടെന്നുണ്ടോ? അവിടെ അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. താങ്ക് യു. അത് വായിച്ചത് നന്നായി. നാം അവരെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിന് ശേഷം മൂപ്പന്മാരും ആദ്യഫലമായി കരുതപ്പെടുന്നത് കൊണ്ടാണ്. അവിടെയും ആദ്യഫലമായിട്ട്, അപ്പം പല ആദ്യഫലങ്ങൾ പലതുണ്ട്. എന്നാൽ അവർ നേരത്തെ തന്നെ സ്വർഗത്തിലായിരിക്കുന്നു. അപ്പോൾ ഇവര് സ്വർഗത്തിൽ ഇതിന്റെ മധ്യത്തിലാണ്, റാപ്ചറിന് ശേഷമുള്ള സമയത്താണ്. അവർ മുമ്പേ രൂപാന്തരപ്പെട്ടവരാണ്. അപ്പം അവര് എങ്ങനെയുള്ളവരായിരിക്കും? നിങ്ങൾ ഏതൊരു എന്നെ ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ച് ചുരുത്തിൽപ്പെട്ടവരാണെന്നോ റാപ്ചറിൽപ്പെട്ടവരാണെന്നോ അല്ലാതെ അന്ന് മഹാപീഡന കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഗോത്രത്തിലെ 15,000 പേരാണോ? അത് ചിന്തിച്ചിട്ടുണ്ടോ? കൊല്ലപ്പെട്ടവരാ. അതെവിടെ ഉണ്ട്? അവർക്ക് മുദ്രയുണ്ട്. അവരെ ആർക്കും ചെയ്യാനൊക്കെ ഇല്ലെന്നാണല്ലോ. ഈ ഓരോ ഗോത്രത്തിൽ നിന്നും 15,000 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ പരിസ്ഥാത്മാവ് മുദ്രയിട്ടു. പിതാവിന്റെയും അവരെ കൊല്ലപ്പെടുകയുമില്ല, ഒന്നുമില്ല. അപ്പൊ വേറെ ഗ്രൂപ്പിൽപ്പെട്ട പ്രത്യേക ആൾക്കാരാണ്. അവർ കൊല്ലപ്പെട്ടവരല്ല, പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ക്ലിയർ ആയിട്ട് വാക്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മള് ഓവറോളായിട്ട് പഠിക്കുമ്പോൾ അതിൽ നമ്മള് ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിയില്ലേ പറ്റൂ. കൊല്ലപ്പെട്ടതായിട്ടൊന്നും ഒരിടത്തും കാണുന്നില്ല. കർത്താവ് അവർക്ക് വേണ്ടി അവര് വേണ്ടി വന്നു കഴിഞ്ഞിരിക്കുന്നത്. അവര് പുനരുത്ഥാനം പ്രാപിച്ചു കഴിഞ്ഞു. അവർക്കൊരു ശരീരത്തിനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞു. 24 മൂപ്പന്മാരിൽ ഒരാളെ ഈ 140 ഈ കൂട്ടം എവിടെ നിന്ന് വന്നാന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ രക്തം അങ്കി അലക്കി വെളുപ്പിച്ചവരാണെന്ന് പറയുന്നവർ. 140,000 പേരെ കുറിച്ചാണോ അത് പറയുന്നത്? അല്ലല്ലോ. അല്ല, ഒരു കൂട്ടം, ഒരു വലിയ കൂട്ടം. അത് വേറെ കൂട്ടത്തെ കുറിച്ചാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. 140,000 പേര് അത് വേറെ നമ്മൾ പഠിച്ചത് ആ ഭാഗങ്ങള്. ഇപ്പം ഇവര്
ഇവര് കൊല്ലപ്പെട്ടവരാണെന്നോ ഒന്നുമില്ല. പക്ഷെ ഇവര് മഹത്വീകരിക്കപ്പെട്ടവരാണെന്ന് ഉണ്ട്. 144,000 ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലം എന്ന് വിളിച്ചിരിക്കുന്നു. സഭയുടെ ഇത് ഉൾപ്രാവണ ശേഷം ഈ 144,000 പേര് ഈ പുതിയ യുഗത്തിലെ ദൈവത്തിനുള്ള ആദ്യ ഫലമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മള് ആദ്യഫലമാണ്. അതിനുശേഷം അതിന് ഇടയ്ക്ക് അവർക്ക് രൂപാന്തരം വരുന്ന പ്രത്യേക സൂപ്പർ നാച്ചുറൽ ആ രീതിയിൽ അവരുടെ ശരീരത്തിന് വ്യത്യാസം വരും. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144. അപ്പം ഇവിടെ നെറ്റിയിൽ പിതാവിന്റെ നാമവും 2 എഴുതിയിട്ടുണ്ട്, നിൽക്കുന്നത് കണ്ടു. ഏഷ്യാവ് 2 2-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തില് വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തലസ്ഥാനം ദാവീദിന്റെ പട്ടണമായ സിയോൻ മലയായിരിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. സാർവത്രികവാഴ്ച ക്രിസ്തു സിയോൻ മലയിൽ വാഴുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ക്രിസ്തുവിന്റെ സാക്ഷികളായ ഈ 144,000 പേരുടെ പ്രത്യേകതകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. സ്വല്പ സമയം അതില്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാത്തില്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ച ചെയ്യാം. അങ്ങനെ ധൃതി വെച്ച് അങ്ങനെ പോകേണ്ട പ്രയോജനമില്ല. നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അസാധാരണമായി ഈ 144,000 പ്രസംഗകരുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. 7-14 അധ്യായങ്ങൾ ഇവരുടെ സംഖ്യ 144,000 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തതയ്ക്കും പ്രതിഫലം നൽകുന്നതിന് സിയോൻ മലയിൽ കർത്താവ് പേർ വിളിക്കുമ്പോൾ മഹോദരകാലത്തിന്റെ പ്രാരംഭത്തിൽ ദൈവം തന്നെ മുദ്ര വെച്ച, മഹോദരവത്തിന്റെ പ്രാരംഭത്തിലാണ് കേട്ടോ, ദൈവം തന്നെ മുദ്ര വെച്ച 144,000 പേരിൽ എല്ലാവരും സന്നിഹിതരായിരുന്നു. അതിലൊരംഗം പോലും കുറഞ്ഞു പോയതായി കാണുന്നില്ല. അവസാനം വരുമ്പോൾ എല്ലാവരും ഉണ്ട്. ഭൂമിയിൽ ആർക്കും പഠിപ്പാൻ കഴിയാത്ത ഒരു പുതിയ പാട്ട് അവർ ആലോചിച്ചു. അത് പാടുന്ന ആരാ പാടുന്നതെന്ന് ഇവര് ഇത് പാട്ടെങ്ങനെയാ പഠിച്ചത്? ഇവര് മാത്രം ആര് പാടുന്ന കേട്ടാ ഇവര് പഠിച്ചത്? അവരുടെ അതിവിശിഷ്ടവും വ്യത്യസ്തമായ സൂക്ഷയുടെ തെളിവായി ഇതിനെ കാണാം. വ്യത്യസ്തമായ സൂക്ഷകൾ ചെയ്യേണ്ടതിന് പകരം ഇവര് ഈ പഠിച്ച് ഇവർക്ക് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. പ്രത്യേക യുണീക്കായിട്ടുള്ള ഒരു പാട്ടാണ് അവർ പഠിച്ചത്. അപ്പം നമ്മൾക്കും യുണീക്കായിട്ടുള്ള മിനിസ്ട്രിയാണ്. നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും ദൈവം ഓരോരുത്തർക്കും നമുക്ക് ഓരോ പ്രത്യേക സൂക്ഷയാണെന്ന് എനിക്ക്. വേറൊരാളെ നമ്മൾ മിമിക്രി ചെയ്തുകൊണ്ട് പിന്നെ അർത്ഥമില്ല. ഇന്നത്തെ ഒരു പ്രവണത പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് പലരും മറ്റുള്ള ആൾക്കാരെ, വലിയ പ്രസിദ്ധരായ ആൾക്കാരെ, രാഷ്ട്രീയക്കാരെ ഒക്കെ മിമിക്രി അതുപോലെ കാണിച്ചാണ് പ്രസംഗിക്കുന്നത്. ഒരു 7-സ്റ്റാർ പ്രീച്ചേഴ്സ് പലരും അങ്ങോട്ട് കേരളത്തിൽ പ്രസംഗിക്കുന്നത് ആദ്യം വളരെ പുറത്തുകൊണ്ട് പ്രസംഗിക്കും. ആദ്യം അടുത്തിരിക്കുന്നവർക്ക് കേൾക്കത്തുള്ളൂ. ലൗഡ് സ്പീക്കർ ഉണ്ട് കേൾക്കത്തു. പിന്നെ പടക്കം പൊട്ടുന്ന പോലെ പറയുകയാണ് ശബ്ദം കൂടി വന്ന്. ഇതെല്ലാം വലിയ ആളുകളെന്ന് മാത്രമേ ഉള്ളൂ കാണിക്കാൻ ആൾക്കാരെ. ഇപ്പൊ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വലിയ പ്രസംഗത്തിന് അതുപോലെ പ്രസംഗിക്കുന്ന 5-6 പേരുണ്ടായിരുന്നു അതേ സാഹചര്യത്തില്. അപ്പൊ ഒരിക്കല് അദ്ദേഹത്തിന് കൺവെൻഷൻ വെച്ചപ്പോൾ അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതിന് പകരം പുള്ളിയെ മിമിക്രി ചെയ്യുന്ന ഒരാളെ അയച്ചു. അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സാഹചര്യത്തിൽ ചാരത്തും ദൂരത്തും ഇരിക്കുന്ന കുറെ സാഹചര്യത്തും എല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പൊ 2-ാം ദിവസം എന്തോ അതെ 2-ാം ദിവസം മറ്റേ മിമിക്രി ആളിനെ വിളിച്ചത് 2 പേരുമാണ്. അപ്പം 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് കൃഷ്ണൻകുട്ടി സുഖമായി. അപ്പം കൃഷ്ണൻകുട്ടി പ്രസംഗിക്കാൻ 3-ാം ദിവസം വന്നു. അന്നേരം കൃഷ്ണൻകുട്ടി പ്രസംഗിച്ചു കഴിഞ്ഞപ്പം കഴിഞ്ഞ 2 ദിവസത്തെ പ്രസംഗം വളരെ ഈ വല്യപ്പൻ വന്നിട്ട് അത് നല്ല യഥാർത്ഥ കൃഷ്ണൻകുട്ടി പ്രസംഗിക്കുന്ന പോലെ ശരിയാകില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ഈ ക്രിസ്ത്യ മണ്ഡലത്തിൽ പല മലിമസമായ കാര്യങ്ങൾ മിമിക്രിയൊക്കെ ദൈവം നാം എല്ലാവരും ഒരുപോലെ ഉള്ളവരായി കാണുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഡൈവേഴ്സിറ്റി, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ദൈവം വൈവിധ്യങ്ങളുടെ ദൈവമാണ്. ദൈവം വ്യത്യസ്തതയെ ഇഷ്ടപ്പെടുന്നു. 2 ഇലകളെ ഒരിക്കലും ദൈവം ഒരുപോലെ സൃഷ്ടിച്ചില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാലേ അറിയത്തുള്ളൂ. ദൈവം 2 മഞ്ഞുതുള്ളികളുണ്ടല്ലോ ഇവിടെ സ്നോ പെയ്യുമ്പോൾ, 2 മഞ്ഞുതുള്ളികൾ ഒരിക്കലും ഒരുപോലെയല്ല. അത് മാത്രമല്ല വളരെ വ്യത്യാസമാണ്. അതുപോലെയാണ് ദൈവസഭയില് നമ്മളെ എല്ലാവരെയും ഓരോരുത്തരെയും ഓരോ രീതിയിലാണ്. വേറൊരാള് അവര് സ്റ്റേജിൽ നല്ല കാര്യങ്ങൾ കാണിക്കും, പക്ഷേ
എനിക്ക് അവരെ പോലെ ആകണമെന്ന് പോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്നത്. എന്റെ മിനിസ്ട്രി ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കും. നമ്മുടെ 5 വിരലിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു അണിവിരലിന് ഏറ്റവും ചെറുതാ, പക്ഷേ ഒരു ഇഞ്ചുറി വരുമ്പോഴേ അറിയത്തുള്ളൂ അണിവിരലിന്റെ പ്രയോജനം. അപ്പം ചിലരെ സുശിഷ്ടന്മാരും ഇടയന്മാരായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. എഫേസ്യർ 14:11 അത് കാണുന്നുണ്ട്. 14:11 വായിക്കാൻ സമയമുണ്ട്. എഫേസ്യർ 14:11. എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. താങ്ക് യു. ഇത് വളരെ പ്രധാനപ്പെട്ട. ഇതിൽ നമുക്ക് ഓരോ ഡിഫറെന്റ് മിനിസ്ട്രിയാണ് ഉള്ളത്. നമ്മൾ ഒരാളുടെ മിനിസ്ട്രി ചിലപ്പം കൂടുതൽ ആൾക്കാർ കേൾക്കും, പിന്നെ അപ്ലോസ് കിട്ടുമെങ്കിലും നമ്മൾ അവരെ പോലെയാണ്. നമ്മളെ ആക്കിയിരിക്കുന്നത് വിശ്വസത്തോടെ ചെയ്യാൻ ദൈവം നമുക്ക് പ്രതിഫലം തരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേറൊരാൾക്ക് കൂടുതൽ അനുഗാമികൾ ഉണ്ടെന്ന് നമ്മൾ ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇവിടെ ഈ 144,000 പേര് കുഞ്ഞാടിനെ അനുഗമിക്കുന്നുവെന്നും അവർ കന്യകമാരാണെന്നും ഞാൻ കാണുന്നു. കന്യകമാരെന്ന് പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ അതിനെ അർത്ഥമാക്കുന്നത്? ഹോളി. എന്തോ? They are holy. They are not defiled. നിർമ്മല. ഓക്കെ. അപ്പൊ ഈ ചിലർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് വേറെ പല ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. വിവാഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉദാഹരണമായി 2 Corinthians 11:2 വായിച്ചേ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഈ വാക്യങ്ങൾ ഒരിക്കലും കൊരിന്തിലെ വിശ്വാസികൾ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൊരിന്തിലെ വിശ്വാസികൾ എല്ലാവരും കല്യാണം കഴിക്കാത്ത അവിഹിതരാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അർത്ഥമില്ല. പകരം പൗലോസ് ഓർപ്പിക്കുന്നത് കൊരിന്ത്യ വിശ്വാസികൾ നിർമ്മല കന്യകയെ പോലെ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരാണെന്നാണ്. ആയതുപോലെ ഈ ഭൂമിയിലെ സകല ദുഷ്ടതയും വഞ്ചനയും വിട്ടൊഴിഞ്ഞ് നിർമ്മല ജീവിതം നയിക്കുന്ന കന്യകമാരാണ് 144. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട യാതൊരു മാലിന്യവും ഇല്ലാത്തവരെന്നുള്ളതാണ്. അല്ല, വിവാഹം കഴിച്ചിക്കാത്ത കന്യകമാരെന്നുള്ളതല്ല അവിടെ മീനിങ്. അതല്ലാതെ ഈ കമന്ററികളൊക്കെ തമാശകളാണ്. മറ്റേ രീതിയിലൊക്കെ എഴുതുന്നവരൊക്കെ ഉണ്ട്. അവർ കർത്താവിന് നിർമ്മല കന്യകമാരാകുന്നു. അവർ ദൈവത്തിനായി അങ്ങനെ തന്നെ നിർമ്മലയോടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞപ്പോഴേ ഹോളി എന്ന് പറഞ്ഞതിന് നിങ്ങളുടെ ഈ ഇതിൽ ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് എല്ലാവരും നല്ല ഇത് ഞാൻ അയച്ചു കൊടുത്ത ഈ പലർക്കും അയച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പൊ എന്നോട് പലര് കമന്റ് പറയും, നിങ്ങളുടെ ഈ ക്ലാസ്സിലുള്ള ജ്ഞാനമാണല്ലോ, ചോദ്യത്തിനൊക്കെ നല്ല കറക്റ്റാണല്ലോ കമന്റ് പറഞ്ഞു. അത് ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. അത് പിന്നെ 5 മിനിറ്റ് കൂടി ഉള്ളൂ. അത് ദൈവം അനുവദിച്ചാൽ വന്ന ആഴ്ച ബാക്കി 6-ാം അധ്യായം 14:6 മുതൽ പിന്നെ ബാക്കി എടുത്തപ്പോ മതിയല്ലേ? ഇനിയും ഇതിനോട് ചോദിക്കാനോ വലിയോണ്ട് കേട്ടതിനോട് ഉള്ള ബന്ധത്തിൽ ഇനി 5 മിനിറ്റ് ഉള്ളത് കൊണ്ട് എല്ലാം ക്ലിയർ ആണല്ലേ? നിത്യസുവിശേഷം എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്ത് ഒരു നിത്യസുവിശേഷം അവരുടെ? അപ്പൊ ഈ നിത്യവിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചായി നിത്യവിശേഷം ഈ രാജ്യത്തിന്റെ വിശേഷം എന്നതാണ്. രാജ്യത്തിന്റെ വിശേഷം നമ്മളിപ്പം പ്രസംഗിക്കുന്ന ബൈബിൾ രാജ്യത്തിന്റെ വിശേഷമാണോ? നമ്മള് കൃപയുടെ സുവിശേഷം. രാജ്യത്തിന്റെ വിശേഷം ആരാ പ്രസംഗിച്ചത് നേരത്തെ? കർത്താവ് യേശുക്രിസ്തു ഭൂമി വന്നപ്പം രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി. അതെ കർത്താവ് യേശുക്രിസ്തു. പിന്നെ യോനാശാവനും അല്ലേ ശിഷ്യന്മാരെല്ലാം രാജ്യത്തിൽ. അത് പിന്നെ എന്നാ നിർത്തിയത്? അത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പം സഭ ഉണ്ടായതിനു ശേഷം. ഇപ്പൊ നമ്മൾ കൃപയുടെ സുവിശേഷം. അപ്പം ആ നിർത്തിവെച്ച രാജ്യത്തിന് സുവിശേഷം എന്നാ അത് തുടങ്ങുന്നത്, വീണ്ടും തുടങ്ങുന്നത് എന്നാ? പിന്നെ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ എന്തോ ട്രിബുലേഷൻ പീരീഡില്. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് തന്നെയാണ് നിത്യവിശേഷം എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ സുവിശേഷം. നിത്യവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു കാൽവറിയെ കുറിച്ച് നമുക്ക് വേണ്ടി മരിച്ചു, അവൻ രാജ്യം സ്ഥാപിക്കും, അവൻ രാജാവായിട്ട് വരുമ്പോൾ 7 വർഷം കഴിയുമ്പോഴാണ് 1000 ആണ്ട് വാഴ്ച വരുന്നത്. അതാണ് നിത്യമായിട്ടുള്ള സുവിശേഷമാണ്, രാജ്യത്തിന്റെ വിശേഷമാണ് അവിടെ പ്രസംഗിക്കുന്നത്. അതാണ് 144,000 പേരും മോശയും ഏലിയാവും പ്രസംഗിക്കുന്നത്. ആ നിത്യവിശേഷമാണ്. അത് അടുത്ത ആഴ്ച ആ നിത്യവിശേഷത്തെ കുറിച്ച്
ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഇതാണ് സുവിശേഷമാണ് രാജ്യത്തിന് ശേഷം നിർത്തിവെച്ചത്. ഇപ്പൊ സസ്പെൻഷൻ പീരീഡ് കൃപയുടെ സുവിശേഷമാണ് നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷമായിരിക്കും നിത്യശേഷം ട്രിബുലേഷൻ പീരീഡ് റാപ്ചറിന് ശേഷം പ്രസംഗിക്കുന്നത്. എന്നാ പിന്നെ ചോദ്യമില്ലെങ്കിൽ എന്നാ പിന്നെ ബുധനാഴ്ച കാണാമെന്നല്ലേ. Okay, thank you very much. Okay. Thank you.